അപ്പോൾ നമ്മൾ സിംഗപ്പൂരിലെ ബസ് കളക്റ്റീവ് എന്ന് പറഞ്ഞ ഒരു ഇതിലാണ് കേട്ടോ ഉള്ളത്. അവിടുത്തെ പ്രത്യേകത കാണിക്കാം കേട്ടോ ഞാൻ എവിടെയാണ് നമ്മളെ റൂമുകൾ എന്ന്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റ് ഒക്കെ കിട്ടുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ബസ്സുകളിലാണ് നമ്മളെ റൂമുകൾ കേട്ടോ. കണ്ടില്ല, നല്ല മഴയാണ്. അപ്പുറമൊക്കെ നിങ്ങൾ കാണുന്ന ബസ്സുകളൊക്കെ ഓരോ റൂമുകളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം അവിടെ നമ്മൾ കാണുന്ന ഓരോരോ ബസ്സുകളും. അപ്പോൾ ഇനി ഞാൻ ബസ്സിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ. 301 എന്ന് പറഞ്ഞ നമ്പറാണ് നമ്മളെ ബസ്സിൻ്റെ അകത്ത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പം കാണിക്കാം. അപ്പോൾ 303, 304, ഇത് 302 ഇങ്ങനെയാണ് നമ്മളെ ബസ്സുകൾ കേട്ടോ. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് നിർത്തിയ ഇത് നമ്മൾ അതിൻ്റെ എൻട്രൻസാണ്. ബസ്സിൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് കണ്ടില്ല നിങ്ങൾ. മഴ ആയതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നേരതാ ഒരു കിച്ചൺ ഉണ്ട് നമുക്ക്. ഇവിടെ നമുക്ക് ബസ് ഓടിക്കാനുള്ള സ്റ്റെയറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഓടിക്കാനൊന്നും പറ്റില്ല, പക്ഷെ അതിന്റെ ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ 2 ആൾക്കാർക്ക് ഇതുപോലത്തെ ബെഡ്. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാം അടിപൊളി സൗകര്യങ്ങൾ കേട്ടോ. ക്ലാസ് സാധനങ്ങളാണ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്, കണ്ണാടി കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു ഭാഗം. അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഷവറാണ്. അടിപൊളി ഷവറാണ്. കണ്ടില്ല നിങ്ങൾ, എല്ലാ സെറ്റപ്പും ഉള്ള അടിപൊളി. കൂടാതെ ഇതാണ് നമ്മളെ മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിന്റെ വ്യൂവും സെറ്റപ്പ് ഒക്കെ കണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. AC ഉണ്ട് അവിടെ, USB-യിൽ എല്ലാ കണക്ഷൻസും ഉണ്ട്. ഇവിടെ നമുക്ക് TV ഉണ്ട്, റൂമുണ്ട്, പിന്നെ അങ്ങനെ ഡ്രസ്സ് വെക്കാനുള്ള സൗകര്യങ്ങൾ. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടെങ്കിൽ ശരിക്കും അടിപൊളി വ്യൂ അല്ലേ. കണ്ടില്ല നിങ്ങൾ ബസ്സിന്റെ ഇതേപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൽ കിട്ടിയത്. സിംഗപ്പൂരിലുള്ള ഒരു ഫെസിലിറ്റിയാണ് കേട്ടോ.